നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല പ്രമുഖരും മാളത്തിൽ പോയി ഒളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ കാത്തിരുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ മലയാള സിനിമയുടെ നട്ടൽ എന്ന് പറയുന്ന നടൻ മമ്മൂട്ടിയുടെയും നടൻ മോഹൻലാലിന്റെയും ഒക്കെ പ്രതികരണം തന്നെയായിരുന്നു പലരും കാത്തിരുന്നത്. പക്ഷേ വിവാദമുണ്ടായ ദിവസമോ അതിന്റെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞോ ഒരാൾ പോലും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ അമ്മ എന്ന സംഘടന, സിനിമയെ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് നിന്ന് നടൻ മോഹൻലാൽ രാജിവെച്ചൊഴിഞ്ഞു പോകുന്നു. അതിന് വിശദീകരണം നൽകാൻ വീണ്ടും ഒരു 3 ദിവസം എടുക്കുന്നു. വിശദീകരണം നൽകാൻ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലെത്തിയപ്പോൾ ഞാൻ എന്ത് പറയാനാണ്, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, ഇവിടെ നിയമമില്ലേ, കോടതിയിലെ അത് നോക്കിക്കോളും എന്ന് പറഞ്ഞ് നടൻ മോഹൻലാൽ ഉൾപ്പെടെ തടിയൂരുന്നു. ഇതിനുശേഷം ഇന്നിപ്പോൾ നടൻ മമ്മൂട്ടിയും പ്രതികരണവുമായി രംഗത്ത് വന്നു. ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ ഇതിലൊക്കെ പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെ കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ നടൻ മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുന്നത്. സിനിമാ സംഘടനയിലുള്ളവർ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കുന്നതാണ് ഉചിതമെന്ന് കരുതിയാണ് ഇപ്പോൾ പ്രതികരിച്ചത് എന്ന് നടൻ മമ്മൂട്ടി പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഈ ഒരു പ്രതികരണം വന്നതോടുകൂടി സോഷ്യൽ മീഡിയ വളരെ വലിയൊരു സജീവ പ്ലാറ്റ്ഫോമായി മാറുകയാണ്. ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള കമന്റാണ് ഉയരുന്നത്. വലിയ വിമർശനങ്ങളൊക്കെ ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. നാളുകൾക്ക് ശേഷം കേവലം ഒരു പോസ്റ്റിൽ തന്റെ പ്രതികരണം ഒതുക്കിയതിൽ രൂക്ഷ വിമർശനം തന്നെയാണ് കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നത്. സിനിമയിൽ ശക്തി കേന്ദ്രം എന്നതൊന്നില്ല എന്ന് മമ്മൂട്ടി പ്രതികരിക്കുമ്പോൾ, എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പവർ ഗ്രൂപ്പ് ആരാണെന്ന് മനസ്സിലായി എന്നാണ് കമന്റുകളിൽ ഭൂരിഭാഗം ആളുകളും അവകാശപ്പെടുന്നത്. ഒരു കുറിപ്പെഴുതി കടമ നിർവഹിച്ച മെഗാസ്റ്റാറിന് ഒരു കൊട്ട അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മറ്റുള്ളവരുടെ കമന്റ്. ഗതികേട് കൊണ്ടുള്ള പ്രതികരണമെന്നും താങ്കൾ ഇത്രയും അപ്ഡേറ്റ് ആകേണ്ടതില്ലായിരുന്നു എന്നുമൊക്കെ മറ്റൊരു കമന്റ്. ഫേസ്ബുക്ക് പോസ്റ്റ് ആയതുകൊണ്ട് നന്നായി എന്നും വാർത്താ സമ്മേളനം വല്ലതുമായിരുന്നുവെങ്കിൽ ഇക്ക വെള്ളം കുടിച്ചു പോയേനെ എന്നും മറ്റു കമന്റുകൾ. ഇങ്ങനെ കമന്റ് ബോക്സ് നിറയെ നടൻ മമ്മൂട്ടിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അതേസമയം മലയാള സിനിമാ രംഗത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത്. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിന്റെ എല്ലാ നന്മതിന്മകളും സിനിമയിലുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കുന്നുമുണ്ട്. ഈ രംഗത്ത് അനഭിലഷണീയമായിട്ടുള്ളതൊന്നും തന്നെ സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുകയും ജാഗരൂകരാകുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത സംഭവിച്ച് അതിനെ തുടർന്ന് സിനിമാ മേഖലയെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്തു നിൽക്കേണ്ടുന്ന സമയമാണിത്. ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ, ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല. അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിൽ നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്നതായിരുന്നു നടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ്.